വിശദമായി നോക്കാം. 30 കോടി രൂപ വാഗ്ദാനവുമായി ഇടനിലക്കാരൻ എത്തിയെന്ന ആരോപണത്തിൽ കർണാടക പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെന്ന് സ്വപ്ന സുരേഷ്. വിജേഷ് പിള്ളയ്ക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തു. കൂടിക്കാഴ്ച നടന്ന ബംഗളൂരുവിലെ ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയെന്നും വിജേഷിനൊപ്പം ഒരാൾ കൂടി താമസിച്ചെന്നും ആ അജ്ഞാതൻ ആരാണെന്നും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. നായാട്ട് ആരംഭിച്ചു എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ കുറിച്ച ആദ്യ പോസ്റ്റ് പിന്നീട് തിരുത്തിയിരുന്നു. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ CPM-ൽ അവ്യക്തത തുടരുന്നു. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ പണി മാനനഷ്ട കേസ് കൊടുക്കൽ അല്ലെന്നും തോമസ് ഐസക്കും കടകംപള്ളിയും മാനനഷ്ട കേസ് കൊടുക്കണമോ എന്ന് അവർ തീരുമാനിക്കും എന്നും MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉൾപ്പെടെ CPM-ന്റെ ഒന്നാം നിര നേതാക്കൾക്കെതിരെയാണ് സ്വപ്നയുടെ ആരോപണങ്ങൾ. ഗൗരവമില്ലാത്ത കാര്യങ്ങൾ എന്ന് MV ഗോവിന്ദൻ പറയുമ്പോഴും അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്വപ്നയുടേത്. ആരോപണങ്ങൾ അവഗണിക്കണോ നിയമവഴി തേടണോ എന്ന കാര്യത്തിൽ നേതൃത്വത്തിന്റെ ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതാണ് ഈ വാക്കുകൾ. തനിക്ക് മാനഹാനി വരുത്തിയതിന് കേസിന് പോകുമെന്ന് MV ഗോവിന്ദൻ പറയുന്നു. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഇതൊന്നും മാനഹാനി ഉണ്ടാക്കുന്നില്ലേ എന്നതാണ് അടുത്ത ചോദ്യം. മുഖ്യമന്ത്രിക്ക് വേറെ എന്തെല്ലാം പണിയുണ്ട് മാനം നഷ്ടപ്പെടുക? അതായത് മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല, ആ ഉറപ്പുണ്ട്. സ്വപ്നയെ ലൈംഗിക താൽപര്യത്തോടെ സമീപിച്ചു എന്ന ആരോപണം നേരിടുന്ന മുൻ മന്ത്രിമാർക്കും സ്പീക്കർക്കും വേണമെങ്കിൽ കേസിന് പോകാം എന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വിചിത്ര നിലപാട്. പാർട്ടിയെ കൊടുക്കട്ടെ, ആരാ പാർട്ടി ജില്ലാ ഞങ്ങൾക്ക് ഇതൊന്നും മൂടി വെക്കാനില്ല, ഒരു ചുക്കുമില്ലാതില്ല. മാനനഷ്ടം ഓരോ നേതാവിനും ഓരോ തരത്തിലെന്ന വിലയിരുത്തലിലാണ് CPM എന്ന് ചുരുക്കം. തോമസ് ഐസക്, കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീരാമകൃഷ്ണൻ എന്നിവരോട് മാനനഷ്ട കേസ് ഫയൽ ചെയ്യാൻ നേരത്തെ പാർട്ടി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. നാറുന്ന കൊച്ചി, നീറുന്ന ജനം. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ആരോഗ്യവകുപ്പിന്റെ സമഗ്ര അവലോകനം തുടരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിലാണ് യോഗം. ഇതിനിടെ ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷണ സമിതി ബ്രഹ്മപുരം സന്ദർശിക്കുന്നു. ശുചിത്വ മിഷൻ ഡയറക്ടർ, ജില്ലാ കലക്ടർ, തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന സമിതിയാണ് സന്ദർശനം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇപ്പോൾ ഈ സന്ദർശനം എവിടെ വരെ എത്തി? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? ഹൈക്കോടതി കഴിഞ്ഞ 2-3 തവണയായി ഈ ഹർജി കേസ് പരിഗണിച്ചിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഈ ഹർജി ബ്രഹ്മപുരം പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയും നിരവധി നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ആദ്യ തവണ കേസ് പരിഗണിച്ചപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാകും എന്ന ഉറപ്പാണ് ജില്ലാ കളക്ടർ നൽകിയത്. എന്നാൽ ആ ഉറപ്പ് പാലിക്കാനായില്ല എന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. എത്രനാൾ ഈ അവസ്ഥ ജനം സഹിക്കേണ്ടി വരുമെന്ന് ചോദിക്കുകയും ചെയ്തു. ഇതിന്റെ പിന്നാലെയാണ് ഒരു നിരീക്ഷണ സമിതിയെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നതിനായി ചുമതലപ്പെടുത്തിയത്. ഇതിൽ ശുചിത്വ മിഷൻ ഡയറക്ടർ, ജില്ലാ കളക്ടർ, തദ്ദേശ വകുപ്പ് ചീഫ് എഞ്ചിനീയർ എന്നിവരെ അടങ്ങുന്നതാണ് ഈ സമിതി. ഈ സമിതി ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഏതാണ്ട് 4 മണി കഴിഞ്ഞ് ഈ സമിതി സ്ഥലത്തെത്തിയിരുന്നു. ഈ സ്ഥലത്തെത്തി ആദ്യം പ്രാഥമികമായി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം തീപിടുത്തം നടക്കുന്ന ഇടങ്ങൾ, ഈ തീ കെടുത്തുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ, എന്തുകൊണ്ടാണ് തീപിടുത്തം കെടുത്താൻ ഇത്ര താമസിക്കുന്നത്, ഈ പുക ഇപ്പോഴും ഇവിടെ നിന്നും വമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തി
വിലയിരുത്തി. എന്തായാലും ഈ പ്ലാന്റിൽ കയറിയുള്ള അല്ലെങ്കിൽ തീപിടുത്തം നടക്കുന്ന സ്ഥലത്തുള്ള സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ അവർ ഈ കണ്ട കാര്യങ്ങൾ അവലോകനം ചെയ്യുകയാണ്. ഈ അവലോകനത്തിന് ശേഷം എന്താണ് നടപടിക്രമങ്ങൾ എന്ന് ഒരുപക്ഷെ ജില്ലാ കളക്ടർ വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. വിശദമായ റിപ്പോർട്ട് പിന്നീട് ഹൈക്കോടതിക്ക് കൈമാറുമെന്നും അറിയിക്കുന്നു. എന്തായാലും സംഘത്തിൻ്റെ പ്ലാന്റിലെ സന്ദർശനം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ അവലോകന യോഗം പുരോഗമിക്കുകയാണ്. നന്ദി അനീഷ്. കൊച്ചിയിൽ അവലോകന യോഗം പുരോഗമിക്കുന്നു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കൊച്ചിയിൽ മാലിന്യ നീക്കം നിലച്ചിട്ട് 10 ദിവസം. അതിനിടെ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്ന സർക്കാർ ഉറപ്പ് പ്ലാസ്റ്റിക് മാലിന്യം തള്ളില്ലെന്ന സർക്കാർ ഉറപ്പ് കാറ്റിൽ പറത്തി ബ്രഹ്മപുരത്ത് രാത്രിയിൽ 50ഓളം ലോഡ് മാലിന്യം തള്ളി. ശക്തമായ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. 10ാം നാളിലും മാലിന്യ നീക്കത്തിൽ പരിഹാരമാകാതെ കേരളത്തിലെ മെട്രോ നഗരം. ബ്രഹ്മപുരത്തിൽ നിന്നുള്ള മാലിന്യപ്പുക നഗരത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ മാലിന്യ നീക്കത്തിലും പ്രതിസന്ധി തുടരുന്നത് കൊച്ചി നിവാസികൾക്ക് കൂനിന്മേൽ കുരുവായി. ഇത് ആക്ച്വലി അപ്പുറത്തും ഇപ്പുറത്തുള്ള വീട്ടുകാരും മറ്റുള്ള ആരാന്നറിയില്ല അവർ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ സാധനം മൊത്തം. ഇപ്പോൾ ഈ മാലിന്യത്തിന്റെ സ്മെല്ല് വളരെയധികം ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. പിന്നെ വഴി തന്നെ ഇത് കിടക്കുന്ന കാരണം അതുകൊണ്ട് നമുക്ക് വഴി കൂടെ പോകാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രശ്നം തന്നെയാണ്. കാരണം ഈ ഇവിടുന്ന് സ്മെല്ലടിച്ചിട്ട് ഇവിടെ എങ്ങും നിൽക്കാൻ പറ്റില്ല. ഈ പഴി കൂടി പോകുമ്പോഴത്തെ വീടുകളിൽ മൊത്തം സ്മെല്ലടിക്കുകയാണ്. പുറത്ത് അവർ എവിടെ കൊണ്ടിരുന്ന് ആർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല. അതിനിടെ സർക്കാർ നിർദ്ദേശം അവഗണിച്ച് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലേക്ക് 50 ടൺ മാലിന്യവുമായി എത്തിയ ലോറികൾ നാട്ടുകാർ തടഞ്ഞു. പോലീസ് എത്തിയ ശേഷമാണ് മാലിന്യവണ്ടികൾ കടത്തിവിട്ടത്. ബ്രഹ്മപുരത്ത് ഇനി മാലിന്യം തള്ളില്ലെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ചത്. ന്യൂസ് 18 കൊച്ചി. വാർത്തയിൽ ഇന്ന് തുടരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. MK രാഘവനും കൊടിക്കുന്നിൽ സുരേഷും ഉന്നയിച്ചത് പൊതുവികാരമാണെന്നും പാർട്ടിക്കുള്ളിൽ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നുമാണ് വിമർശനം. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. കോൺഗ്രസ് നേതാക്കളായ MK രാഘവനും കൊടിക്കുന്നിൽ സുരേഷും KPCC നേതൃത്വത്തിനെതിരെ നടത്തിയ പരസ്യ വിമർശനത്തിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി കെ മുരളീധരൻ രംഗത്തെത്തിയത്. പുനഃസംഘടന വേഗം പൂർത്തീകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന് കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ അത് പൊതുവായിട്ടുള്ളൊരു വികാരമാണ്. ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം മുൻകൈയെടുക്കണം. രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചിട്ട് ഏറെ നാളായി. ഇങ്ങോട്ട് വിളിക്കാത്തതിനാൽ അങ്ങോട്ടുമില്ലെന്നും കെ മുരളീധരൻ. അല്ല, ഇപ്പോൾ ഞങ്ങളൊക്കെ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് കുറേ നാളുകളായി. അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മറ്റെന്തെങ്കിലും? അല്ല, ആരും ഇങ്ങോട്ടും വിളിച്ചില്ല, ഞാൻ പിന്നെ അങ്ങോട്ടും വിളിച്ചില്ല, അത്രയേ ഉള്ളൂ. ശശി തരൂർ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് മുരളീധരന്റെ മറുപടി ഇങ്ങനെ: തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ താങ്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു? അല്ല, ഞാൻ കഴിവുകൾ ആര് വന്നാലും ഞാൻ പിന്തുണയ്ക്കും, സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് പോകേണ്ട നേരമായിട്ടില്ല, സമയമായിട്ടില്ല. അച്ചടക്കത്തിന്റെ വാളോങ്ങി കൂച്ചുവിലങ്ങിടാൻ ശ്രമിക്കുമ്പോഴും ഒരു ഇടവേളയ്ക്ക് ശേഷം KPCC നേതൃത്വത്തിനെതിരെ പോർമുഖം തുറക്കുകയാണ് കെ മുരളീധരൻ. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. പരസ്യപ്രതികരണത്തിൽ വിലക്കേർപ്പെടുത്തിയെന്ന വാർത്ത തള്ളി KPCCയും നേതാക്കളും. KPCC എന്തെങ്കിലും നടപടിയെടുത്തതായി അറിയില്ലെന്ന് കെ മുരളീധരൻ. കത്തൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായം പറയും. തന്റെ സേവനം പാർട്ടിക്ക് ആവശ്യം ഇല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനം നിർത്താൻ തയ്യാറാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. കത്തിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു MK രാഘവൻ MPയുടെ പ്രതികരണം. മാധ്യമങ്ങളിലൂടെയാണ് കത്തിനെക്കുറിച്ച് അറിഞ്ഞത്. സൃഷ്ടിയും സംഹാരവുമെല്ലാം മാധ്യമങ്ങളെന്നും MK രാഘവൻ പറഞ്ഞു. കെ മുരളീധരന് മറുപടിയുമായി രമേശ് ചെന്നിത്തല. പാർട്ടിയിലെ അച്ചടക്കം എല്ലാവർക്കും ബാധകമാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തനിക്ക് അച്ചടക്കം ബാധകമാണ്. അഭിപ്രായങ്ങൾ പാർട്ടി വേദികളിൽ പറയണം. അഭിപ്രായം പറയാൻ വേദികൾ ഉണ്ടാകണമെന്നും ചെന്നിത്തല പറഞ്ഞു. ചുട്ടുപൊള്ളുന്നു. സംസ്ഥാനത്ത് ചൂട് കനത്തു. തിരുവനന്തപുരത്തും കോഴിക്കോടും സൂര്യാഘാത സാധ്യത കൂടുതലാണ്. അന്തരീക്ഷ താപനിലയും ഉയർന്ന ആർദ്രതയും കണക്കാക്കി ദുരന്ത നിവാരണ വകുപ്പ് ഹീറ്റ് ഇൻഡെക്സ് പുറത്തിറക്കി. അതേസമയം ഉഷ്ണതരംഗം, സൂര്യാഘാതം എന്നിവയുടെ സാധ്യത
മുൻനിർത്തി എല്ലാ തദ്ദേശ ഭരണ മേഖലയിലും തെരുവുകളിൽ തണ്ണീർ പന്തലുകൾ തുടങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. ഇവ മെയ് മാസം വരെ നിലനിർത്തണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തണ്ണീർ പന്തലുകൾ സ്ഥാപിക്കുന്നതിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന് 2 ലക്ഷം രൂപ, മുനിസിപ്പാലിറ്റിക്ക് 3 ലക്ഷം രൂപ, കോർപ്പറേഷന് 5 ലക്ഷം രൂപ എന്നിങ്ങനെ അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പത്തനംതിട്ട കോന്നിയിൽ ഉണ്ടായ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിൽ GPS ഇല്ലെന്ന് കണ്ടെത്തൽ. സ്പീഡ് ഗവർണർ വയറുകൾ വിച്ഛേദിച്ച നിലയിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് ശശിനാരായണൻ ചേരുന്നു. ശശി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ വ്യക്തമായത്? മനു, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടന്ന അപകടത്തിലാണ് ഈ KSRTC ബസ് നിയന്ത്രണം വിട്ട് ഒരു കാറിനെ ഇടിച്ചതിന് ശേഷം കോതി ഇളകള്ളൂർ സെന്റ് ജോർജ് പള്ളിയുടെ കമാനം ഇടിച്ചു ചേർത്താണ് അപകടം ഉണ്ടായത്. കാറിന് യാത്രക്കാർക്കും KSRTC യാത്രക്കാർക്കും പരിക്കുണ്ട്. ഈ പരിക്കുമായി ബന്ധപ്പെട്ടാണ് ബസ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിലാണ് KSRTC ബസ്സിലെ GPS സംവിധാനമില്ല, ഒപ്പം സ്പീഡ് ഗവർണർ വയറുകൾ വിച്ഛേദിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ കണ്ടത്. അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ KSRTC സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുരുതരമായ കണ്ടെത്തൽ. എന്തായാലും ഇന്ന് ആ ബസ്സിന്റെ അമിത വേഗതയും ഒപ്പം മുൻപ് ഈ ഒരു KSRTC ബസ്സിന്റെ തൊട്ട് മുന്നിൽ പോയ കാറിനെ മറികടന്ന് വരുന്ന സമയത്താണ് എതിരെ വന്ന കാറുമായി ഇടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ പള്ളിയുടെ കമാനം ഇടിച്ച് പള്ളിയുടെ അകത്തേക്ക് പറമ്പിലേക്ക് ബസ് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും ഈ ബസ്സിന് ഈ സ്റ്റേറ്റ് ഗവർണർ സംവിധാനമില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന കണ്ടെത്തിയിരിക്കുന്നത്. GPS സംവിധാനം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതേസമയം മറ്റ് സാങ്കേതിക തകരാറുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അപകടത്തെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ ബസ്സിൽ പരിശോധന നടത്തിയിട്ടുള്ളത്. നന്ദി ശശിനാരായണൻ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കക്കുകളി എന്ന നാടകം സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് KCBC. സന്യാസി സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും നാടകം വില പറയുകയാണ്. അടിയന്തരമായി ഈ നാടകത്തിൻ്റെ പ്രദർശനം നിരോധിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് KCBC ആവശ്യപ്പെട്ടു. സർക്കാരിന് അനുകൂലമായി പ്രമേയം പാസാക്കാൻ യാക്കോബായ സഭ. സഭാ തർക്കത്തിൽ സർക്കാർ നിലപാടിനെ അനുകൂലിച്ച് പള്ളികളിൽ പ്രമേയം പാസാക്കും. യാക്കോബായ സഭയുടെ കീഴിലുള്ള എല്ലാ പള്ളികളിലും നാളെ സർക്കുലർ അവതരിപ്പിക്കാനാണ് തീരുമാനം. സഭാ അധ്യക്ഷൻ തോമസ് പ്രഥമൻ കാത്തോലിക്ക ബാബ ഉത്തരവിറക്കി. സർക്കാർ വിജ്ഞാപനം നടപ്പാക്കുമ്പോൾ വിശ്വാസികൾ സംയമനം പാലിക്കണമെന്നും സഭാ അധ്യക്ഷൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഡോക്ടർമാർ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. മാർച്ച് 17-ാം തീയതി സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ സമരം നടത്തും. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ ഡോക്ടറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. 60 വോട്ടിനാണ് ജയിച്ചത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച C. രാധാകൃഷ്ണൻ പരാജയപ്പെട്ടു. 1 വോട്ടിനാണ് തോൽവി. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ആരോപിക്കുന്നില്ലെന്ന് C. രാധാകൃഷ്ണൻ. സംഘ് പരിവാർ അനുകൂല പാനലിലെ മുകുത് ശർമ്മയാണ് ജയിച്ചത്. ഡൽഹി മദ്യനയ കേസിൽ K. ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ K. കവിതയെ ED ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ED ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി BRS പ്രവർത്തകർ എത്തി. ബീഹാർ ഉപതെരഞ്ഞെടുപ്പിൽ തേജസ്വി യാദവിനെ CBI ചോദ്യം ചെയ്യും. ജോലിക്ക് പകരം ഭൂമി അഴിമതി കേസിലാണ് ചോദ്യം ചെയ്യുക. ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം. നേരത്തെ തേജസ്വിയുടെ ഡൽഹിയിലെയും ബീഹാറിലെയും വസതിയിൽ ED പരിശോധന നടത്തിയിരുന്നു. തേജസ്വിയുടെ പിതാവ് ലാലു പ്രസാദ് യാദവ് റെയിൽവേ മന്ത്രിയായിരിക്കെ നിയമനങ്ങൾക്ക് പകരം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഭൂമി തുച്ഛവിലയ്ക്ക് എഴുതി വാങ്ങി എന്നാണ് കേസ്. കേസിൽ ലാലു പ്രസാദ് യാദവിനെയും ഭാര്യ റാബ്രി ദേവിയെയും CBI ചോദ്യം ചെയ്തിരുന്നു. സ്പോർട്സ്. അഹമ്മദാബാദ് ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ 1-ാം ഇന്നിംഗ്സിൽ ലീഡ് സ്വന്തമാക്കാനായി ഇന്ത്യ പൊരുതുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 289 റൺസ് എടുത്തിട്ടുണ്ട്. ശുഭ്മാൻ ഗിൽ 128 റൺസ് എടുത്ത് പുറത്തായി. വാർത്തയിൽ ഇന്ന് പൂർണ്ണമാകുന്നു. നന്ദി.